ഇവിടെ തിരുവഴുത്തിന്റെ നടുവിൽ പൗലോസ് പറയുന്ന ഒരു പദപ്രയോഗം ഞാൻ ഓർമ്മിപ്പിച്ചു. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 12:2 ഇങ്ങനെ പൗലോസ് പറയുന്നുണ്ട്, 14 വർഷം മുമ്പ് 3-ാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം. പൗലോസ് തന്നെ കുറിച്ച് തന്നെയാണ് ഇത് സംസാരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 14 വർഷങ്ങൾക്ക് മുമ്പേ എന്ന് പറയുന്ന ഒരു സത്യം അവന്റെ ജീവിതത്തിന് നടുവിൽ പൗലോസ് രൂപാന്തരപ്പെടുത്തിയ അവൻ ദൈവിക ഇടപെടൽ ഏതാണ്ട് AD 33 കാലഘട്ടത്തിലാണ്. AD 33-36 കാലഘട്ടത്തിൽ പൗലോസ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സ്വർഗീയ ദർശനത്താൽ തന്റെ ജീവിതത്തിന് വലിയ രൂപാന്തരം സംഭവിച്ചു. റോമൻ സാമ്രാജ്യത്തിലെ പൗരത്വമുള്ളവൻ, സേനകളിൽ അധിപനായവൻ, സകലവിധ സമ്പത്തും സകലവിധ അനുഗ്രഹങ്ങളും ശ്രേഷ്ഠ അധികാരമുള്ള എല്ലാം കൊണ്ടും ശ്രേഷ്ഠനായി മാറി, ലോകപ്രകാരം ശ്രേഷ്ഠനായി മാറിയ പൗലോസ് ഒരു ദിവസം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവിക ദർശനത്തിൽ പിടിക്കപ്പെടുകയാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സന്ദർഭം, സ്തെഫാനോസിനെ വധിക്കാൻ കൊല്ലപ്പെടുവാൻ ഇടയാകുന്നുണ്ട്. ചുക്കാൻ പിടിച്ച മനുഷ്യൻ ജീവിതത്തിനിടയിൽ ദൈവം വലിയൊരു മാറ്റം വരുത്തുന്നു. അവൻ പിന്നീട് എടുക്കുന്ന തീരുമാനം വളരെ വലുതാണ്. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. എന്റെ ജീവിതത്തിലെ ലാഭം എന്ന് പറയുന്നതെല്ലാം ഞാൻ ചപ്പൊന്നും ചവറൊന്നും എണ്ണുന്നു എന്ന് പറഞ്ഞ് ഒരു മാനസാന്തരത്തിലേക്ക് ആരുമാറി പൗലോസ് മാറുവാനിടയായി. അപ്പൊ AD 33-36 കാലഘട്ടത്തിൽ തനിക്ക് വന്ന പരിവർത്തനം വളരെ വലുതാണ്. ആ സമയങ്ങളിൽ താന് ഒരുപാട് സ്ഥലങ്ങളിൽ നിശബ്ദതയോടെ ജീവിച്ചിരുന്ന ഒരു സമയമുണ്ട്. അദ്ദേഹം അറേബ്യ, ദമാസ്കോസ്, തർസീസ് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശാന്തമായി വേദവചനം പഠിക്കാൻ കുറച്ച് സമയം വേർതിരിക്കപ്പെടുവാനിടയായി. ഈ കാലഘട്ടത്താണ് സ്വർഗത്തിലെ ദൈവം തനിക്ക് ദർശനം നൽകിയെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ഇടയാക്കുന്നത്. എന്നാൽ ഈ ദർശനം താൻ ഏതാണ്ട് ദീർഘവർഷം ആരോടും പറയാതെ സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ് തന്റെ ഹൃദയത്തിൽ. നോക്കണേ, അതിനകത്ത് ഒരുപാട് ചരിത്രങ്ങൾ കിടപ്പുണ്ട്. കാരണം വളർന്നു വരുന്ന സഭയ്ക്ക് ഞാൻ ഒരു അഹങ്കാരിയാണെന്ന് പറയാൻ ഇടവരരുത്. താൻ തന്റെ ബലഹീനതയിലൂടെ ക്രിസ്തുവിനെ തിരിച്ചറിയുകയും അത് നിമിത്തം ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ശൈലിയാണ് ആർക്കുണ്ടായിരുന്നത്? വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെയുള്ള മഹത്തായ ദർശനം എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് ജനത്തോട് പറയാൻ ഇടവരാതെ താൻ അതൊരു ദീർഘവർഷം, ഏതാണ്ട് 10-14 വർഷത്തോളം സൂക്ഷിച്ചു വെച്ചു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു സത്യം പൗലോസിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, ഞാൻ എന്നുള്ള പദം താൻ ആവർത്തിക്ക് പറയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞ് തന്നെ കുറിച്ച് പറയുന്നത് വേറൊരു നിലയിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു, ഞാൻ ദർശനം കണ്ടു, ഞാൻ സ്വർഗീയ മഹത്വം കണ്ടു, 3-ാം സ്വർഗത്തിൽ പോകാൻ എന്റെ ആത്മാവിന് കഴിഞ്ഞു എന്ന് വിമ്പിളക്കാതെ അദ്ദേഹം പറയുന്ന ഭാഷാശൈലി വളരെ ശ്രദ്ധേയമാണ്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു എന്ന് ഇവിടെ പറയാനിടയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം ഇതാണ്, പൗലോസ് തന്നെ അഹംഭാവത്തോടെ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താതെ താഴ്മയുടെയും ബലഹീനതയുടെയും നടുവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ചില വർഷങ്ങൾക്ക് ശേഷം തിരുസഭയ്ക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുവാനിടയായി. കാരണം ആ കാലഘട്ടത്തിൽ കൊരിന്ത്യ സഭയിൽ ദുർനടപ്പ് ധാരാളം നടക്കുകയാണ്. ഒരുപാട് ദുരുപദേഷ്ടാക്കന്മാർ നടക്കുകയാണ്. അതിന് നടുവിൽ പൗലോസ് ഇത് ശക്തമായി എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ ജനത്തിനിടയിൽ ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും തനിക്ക് ലഭിച്ച ആ ദിവ്യ സന്ദേശം വളരെ ബുദ്ധിപൂർവം താൻ ഇവിടെ പ്രസ്താവിപ്പാൻ ഇടയാകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു എന്ന് തന്നെ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിച്ച് താൻ പ്രസ്താവിപ്പാൻ ഇടയായി. ആ മനുഷ്യൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടുവെന്നും അവിടെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിഞ്ഞുവെന്നും അവിടെയുള്ള കാഴ്ചകൾ കാണാൻ കഴിഞ്ഞുവെന്നും ഒക്കെ താൻ ഇവിടെ വിസ്തരിപ്പാൻ ഇടയാകും. ഓക്കെ, ഇത്രയും നമ്മൾ ആ ഭാഗത്തു നിന്നും മനസ്സിലാക്കുക. അപ്പം തിരുവഴുത്തിന്റെ നടുവിൽ
മൂന്നാം സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സിംഹാസനം എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. സങ്കീർത്തനം 11:4 വ്യക്തമാക്കിയ കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലാണ്. കർത്താവിന്റെ സിംഹാസനം എവിടെയാണ്? അങ്ങ് സ്വർഗത്തിലാണ്. യെശയ്യാ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗം നമ്മൾ ചിന്തിച്ചു. വെളിപ്പാടിന്റെ 4-ാം അധ്യായത്തിന്റെ ഭാഗം കൂടി ചേർത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഓക്കെ, ഈ മൂന്നാം സ്വർഗത്തിൽ എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ യേശു കർത്താവ് പറഞ്ഞ മറ്റൊരു വിദ്യയെ കൂടെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 43-ാം വചനത്തിൽ ക്രൂശിലെ കള്ളനോട്, അനുഗമിക്കുന്ന കള്ളനോട് പറയുന്നു. എന്താണ് പറഞ്ഞത്? ഇന്ന് നീ എന്നോടൊപ്പം പർദീസിലായിരിക്കും. ഈ പർദീസ വാസ്തവത്തിൽ എന്താണ്? ദൈവവുമായുള്ള ആശ്വാസത്തിന്റെയും കൂട്ടായ്മയുടെയും സ്ഥലമായി മൂന്നാം സ്വർഗമായിട്ട് തുലനം ചെയ്യാനിടയാകും. അപ്പൊ മരണശേഷം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിന്റെ മരണശേഷം ഒരുപാട് സത്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ, വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ഇവിടെ ഗ്രഹിക്കാൻ കഴിയണം. യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം 3 ദിവസം അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി എന്ന ഒരു സന്ദേശം ഇവിടെ നൽകുന്നുണ്ട്. ഓക്കെ, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനം പഠിക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ്, അതായത് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ക്രിസ്തു എവിടേക്ക് പോയി? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നവിടെ വ്യക്തമാക്കും. എന്നിട്ട് എന്താണ് അവിടെ ചെയ്യാനിടയായത്? അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങൾ കൊടുത്തു എന്ന് വ്യക്തമാക്കുന്നു. കയറി എന്നതിനാൽ ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനാകുന്നു എന്ന് അവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ അധോഭാഗം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചിത്രമുണ്ട്. ഭൗമിക തലത്തിൽ നിന്ന് താഴേക്ക് ഒരു യാത്രയുണ്ട് എന്നിവിടെ വ്യക്തമാക്കുന്നു. ഭൗമിക തലത്തിൽ നിന്ന് മുകളിലേക്ക് ആകാശം 1-ാം സ്വർഗം, 2-ാം സ്വർഗം, അതുപോലെ തന്നെ ഭൗമിക മണ്ഡലത്തിന് അപ്പുറത്ത് 3-ാം സ്വർഗം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തന്നെ ഭൗമിക മണ്ഡലത്തിൽ നിന്ന് താഴേക്ക് ഒരു യാത്രയുണ്ട് എന്നിവിടെ വ്യക്തമാക്കുന്നു. ഓക്കെ, അത് വേദപുസ്തകം നമ്മൾ വ്യക്തമായി പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 8 മുതൽ. അപ്പൊ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ ഈ 3 ദിവസം അധോഭാഗങ്ങളിലേക്ക് പോയത് എന്തിനാണെന്നൊരു ചോദ്യം മുന്നേ ഇവിടെ ഉത്തരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കള്ളനോട് പറഞ്ഞ പദം ഇങ്ങനെയാണ്: മാനസാന്തരപ്പെട്ട ഇന്ന് നീ എന്നോട് കൂടെ പർദീസിലിരിക്കുമെന്ന് പറയുമ്പോൾ അത് 3-ാം സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ 3-ാം സ്വർഗത്തിലുള്ള ദൈവിക സാന്നിധ്യം നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് ക്രിസ്തുവിനോടൊപ്പം കള്ളൻ പോയി എന്ന ഒരു സത്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 2 ഘടകമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരുപാട് ചിന്തകളുണ്ട്. പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ എവിടെയാണ്? അവർ എവിടെയാണ് കടന്നുപോയിരിക്കുന്നത്? ക്രിസ്തുവിന് ശേഷമുള്ള വിശുദ്ധന്മാർ എവിടെയാണ്? ഇത് ഒരു ചോദ്യചിഹ്നമായിട്ട് മുമ്പിലിരിക്കുന്നു. ഇതിന് വേദപുസ്തകം വ്യക്തമായ തെളിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഓക്കെ, 3-ാം സ്വർഗത്തിന്റെ വിസ്താരവും വിശാലവുമായ ദൈവിക സാന്നിധ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ ഈ അത്യാവശ്യമായ ചില നഗ്ന സത്യങ്ങൾ ഗ്രഹിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ നാം തിരുവെടുത്ത് പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ വിശുദ്ധന്മാർ ഒരു വലിയൊരു ഗണം പഴയ നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങ് അബ്രഹാം, ഇസാഖ്, യാക്കോബ് മുതൽ, മോശ മുതൽ, ഹല്ലേലൂയ, ദാനിയേൽ മുതൽ, പ്രൈസ് ദി ലോർഡ്, യോന തുടങ്ങിയ, യെശയ്യാ തുടങ്ങിയ അനേക വിശുദ്ധന്മാരുടെ ഗണം പഴയ നിയമത്തിലുണ്ട്. ഇവരെ കൂടാതെ രാജാക്കന്മാരായ വിശുദ്ധന്മാർ, ന്യായാധിപന്മാരായ വിശുദ്ധന്മാർ, പ്രവാചകന്മാരായ വിശുദ്ധന്മാർ, അതുപോലെ തന്നെ നമ്മുടെ തിരുവെടുത്തിനകത്ത് പറഞ്ഞിട്ടില്ലാത്ത അനവധി വിശുദ്ധന്മാര് മൺമറഞ്ഞ് ഇവരൊക്കെ അവരുടെ ആത്മാക്കൾ എവിടെ പോയി എന്ന ഒരു ചോദ്യചിഹ്നം മുമ്പിലുണ്ട്. അതിന് വ്യക്തമായ മറുപടി നൽകുന്നത് എബ്രായ പുസ്തകമാണ്. എബ്രായ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. എബ്രായ പുസ്തകം 11-ാം അധ്യായം മുഴുവനും ഒന്ന് വായിക്കുമ്പോൾ ഇതിന്റെ സത്യം അവിടെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അതിനകത്ത് ഓർമ്മപ്പെടുത്തി തരാം. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 11-ാം അധ്യായം 39-40 വചനത്തിൽ ക്രിസ്തു പഴയ നിയമ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ദൈവിക നീതി അവിടെ വ്യക്തമാക്കിയാണ്.
അവർക്ക് ഒരിക്കലും ലഭിക്കാതെ പോയ വാഗ്ദത്തം ഇവിടെ യേശു ക്രിസ്തു മുഖാന്തരം അവർക്ക് ലഭിക്കുകയാണ്. അവർക്ക് ലഭിക്കാതെ പോയ വാഗ്ദത്തം എന്താണ്? മൂന്നാം സ്വർഗത്തിൽ എടുക്കപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹലോ, പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ എവിടെ എത്തപ്പെടാൻ കഴിഞ്ഞില്ല? മൂന്നാം സ്വർഗത്തിൽ എടുക്കപ്പെടാൻ കഴിഞ്ഞില്ല. അതാണ് അവരുടെ വാഗ്ദത്തം. ആ വാഗ്ദത്തത്തിൽ അവർ പ്രവേശിപ്പാൻ കഴിയാതെ മരണപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കെ യേശു ക്രിസ്തു മുഖാന്തരം എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ! പുനരുത്ഥാനത്തിന് ശേഷം പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സ്വർഗോന്നതങ്ങളിലേക്ക് കടന്നുപോയി എന്ന ഒരു ചിത്രം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാം വായിക്കുക എബ്രായ ലേഖനത്തിന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം മുതൽ 1 മുതലുള്ള വാക്യങ്ങൾ അക്കമിട്ട് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് പറഞ്ഞ തുടങ്ങുന്നത്. അപ്പൊ വിശ്വാസം, ഫെയ്ത്ത് എന്ന് പറഞ്ഞ എന്താണ്? ഇതുവരെയും നാം കണ്ടിട്ടില്ല മൂന്നാം സ്വർഗം, പക്ഷെ നമ്മൾ വിശ്വാസത്തോടെ കാണുകയാണ്. ഓക്കെ, അപ്പൊ കണ്ടിട്ടില്ലാത്ത ഇനി കാണാൻ കഴിയുന്നതുമായ മൂന്നാം സ്വർഗം എന്ന ശ്രേഷ്ഠമേറിയ ദൈവത്തിന്റെ നിവാസ സ്ഥലത്തേക്ക് പഴയ നിയമ ഭക്തന്മാർ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു. തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് കാത്തിരുന്ന, നിശ്ചയം പ്രാപിച്ച, ഉറപ്പ് പ്രാപിച്ച വിശുദ്ധന്മാരെല്ലാം യേശു ക്രിസ്തുവിനോട് കൂടെ എവിടേക്ക് കടന്നുപോയി? മൂന്നാം സ്വർഗത്തിലേക്ക് കടന്നുപോയി. ഇതെല്ലാം നമുക്ക് തുടർമാനമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ തരാം. കർത്താവ് അതിന് നമ്മളെ സഹായിക്കട്ടെ. അവിടെ തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: അതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പം ദൈവത്തിന്റെ വചനത്താൽ എന്തു സംഭവിച്ചു? ലോകം നിർമ്മിക്കപ്പെട്ടു എന്ന് ഇവിടെ വ്യക്തമാക്കിയാണ്. അപ്പൊ ഈ ഭൗമമണ്ഡലം നിയമിക്കപ്പെട്ടത് ആരുടെ വചനത്താലാണ്? ജീവനുള്ള ദൈവത്തിന്റെ വചനത്താലാണ്. അങ്ങനെയെങ്കിൽ ഈ ഭൗമിക മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഒന്നാം സ്വർഗവും ഭൗമിക അന്തരീക്ഷവും ഈ ഭൂമിയിൽ നിലനിൽക്കെ, അതിനപ്പുറത്ത് ഒന്നാം സ്വർഗത്തിനപ്പുറത്ത് ബഹിരാകാശത്ത് കോസ്മോസ് ഏരിയയില് നക്ഷത്രങ്ങൾ, സൂര്യചന്ദ്രാദികൾ നിറഞ്ഞു നിൽക്കുന്ന ആ വലിയ ലോകമാകുന്ന ബഹിരാകാശ ലോകത്ത് 2 വമ്പ ശക്തികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എന്നൊരു സത്യം തിരുവെഴുത്തിന് നടുവിൽ നാം ചിന്തിപ്പാൻ ഇടയായി. എന്നാൽ അതിനപ്പുറത്തേക്ക് മൂന്നാമതൊരു സ്വർഗമുണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാട് എത്ര മഹത്വമേറിയ ഒരു കാഴ്ചപ്പാടാണ്. സ്വർഗമെന്ന പൂർണ്ണതയും നിറഞ്ഞിരിക്കുന്ന, വിസ്താരവും വിശാലവുമായ, സമ്പൂർണമായ, ദൈവിക മകുടമെന്നും അറിയപ്പെടുന്ന, നിസ്തുല്യമായ, ആർക്കും അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത എത്രയോ ശ്രേഷ്ഠമേറിയ ആ മൂന്നാം സ്വർഗത്തെ പഴയ നിയമ വിശുദ്ധന്മാർ ആശയോടെ കാത്തിരിക്കുകയാണ്. അവർ വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ ഈറ്റുനോവിനെ പോലെ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, വിശ്വാസത്താൽ ഹാബേൽ, ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, എബ്രായ ലേഖനം 4-ാം വചനം പറയുന്നത് എന്തുവാണ്? വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ഒന്നാമത് എന്ത് ചെയ്ത? ഒരു സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കൈ കൊടുക്കുകയാണ്. ആർക്കാ? ഹാബേല്. അവന്റെ കൈകളിലേക്ക് കിട്ടിയില്ലെങ്കിലും ഗുരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ആ നീതിമാൻ എന്നുള്ള ശക്തവും ശ്രേഷ്ഠവുമേറിയ ഒരു അനുഗ്രഹം ആത്മാവിൽ അവൻ ലഭിപ്പാനിടയായി എന്നുള്ളതാണ്. അപ്പൊ വിശ്വാസത്താൽ ഹാബേല് ദൈവത്തിന് പ്രസാദമായി ചെയ്തു. ഒരു ദിവസം മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞുള്ളെങ്കിലും അവന്റെ ജീവിതത്തിൽ കയ്യൻ നിമിത്തമുണ്ടായ ആ മരണം വാസ്തവത്തിൽ ദൈവത്തിന്റെ നീതിയിലേക്ക് അവൻ മാറുവാനിടയായി. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു? ഹാബേലിന്റെ മരണം എങ്ങനെ സംഭവിച്ചെന്ന് അറിയാമോ? തന്റെ ജ്യേഷ്ഠ സഹോദരനായ കയ്യൻ തന്നെ കൊല്ലുവാനിടയായി. എന്തുകൊണ്ട് കൊല്ലുവാനിടയായി? ഹാബേലിൽ ദൈവം പ്രസാദിച്ചത് കൊണ്ട്. കയ്യനിൽ ദൈവം പ്രസാദിച്ചില്ല. ഈ കാരണത്താൽ ശത്രുതയുണ്ടായി. ഓക്കെ, ശത്രുത വർദ്ധിച്ചു വന്ന കയ്യന്റെ ജീവിതത്തിൽ ദൈവം പറയുന്നു, നിന്റെ മുഖം വാടുന്നതെന്ത്, നീ ഗോപിക്കുന്നതെന്ത് എന്നൊക്കെ ചോദ്യം ചെയ്യുമ്പോഴും അതിന്റെ നടുവിൽ ദൈവം പറയുന്നു, പാപം വാതിക്കെ കിടക്കുന്നു, നീ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുവിൻ, ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറയുമ്പോഴും ആ ദൈവിക ശബ്ദം ഒന്നും കേൾക്കാൻ കഴിയാതെ വണ്ണം സ്വന്തം സഹോദരനെ കൊല്ലുവാൻ തയ്യാറായി. വാസ്തവത്തിൽ സർവശക്തനായ ദൈവം
ആമേ ഹാബേലിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ നീതിമാൻ. ഹല്ലേലൂയ. അവൻ ദൈവം അവന്റെ വഴിപാടിൽ ആമേ തൃപ്തനായി. മരിച്ച ശേഷവും വചനം പറയുന്നത് ഇങ്ങനെയാണ്, വിശ്വാസത്താൽ ഹാബേലിന്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിന് ജീവിതത്തിൽ സ്വസ്ഥത കൊടുക്കാതെ, തന്റെ തലമുറകൾക്ക് സ്വസ്ഥത കൊടുക്കാതെ, തന്റെ ജീവിതത്തിന്റെ നടുവിലും തന്റെ തലമുറയുടെ നടുവിലും സ്വസ്ഥത കൊടുക്കാതെ ഹാബേലിന്റെ ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അത് അനേക പദങ്ങൾ അദ്ദേഹത്തിൽ പറഞ്ഞു. വിശ്വാസത്താൽ ഹനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. നോക്കണേ, ദൈവത്തോട് കൂടെ നടക്കുന്ന മനുഷ്യൻ എന്നുള്ള പേര് ആർക്ക് ലഭിച്ചു? ഹാനോക്കിന് ലഭിച്ചു. ദൈവത്തിന്റെ ദാസനായ ഹാനോക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പേ ഹാനോക്ക് എന്ത് ചെയ്തു? ദൈവമുമ്പാകെ സാക്ഷ്യം പ്രാപിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, ദൈവത്തോട് കൂടെ ഹാനോക്ക് നടന്നു എന്നതിന്റെ പിന്നിൽ ഹാനോക്ക് ഒന്നറിയാ, ദൈവം എന്നൊരു സത്യമുണ്ട്, അവനൊരു രാജ്യമുണ്ട്, അവന് വലിയൊരു സംഭാഷണമുണ്ട്, അവന്റെ രാജ്യത്ത് വമ്പിച്ച സംവിധാനങ്ങളുണ്ട് എന്നുള്ള അന്തരാത്മാവിൽ ലഭിച്ച കാഴ്ചപ്പാടാണ് ഹാനോക്കിനെ ദൈവത്തോട് കൂടെ ചേർത്ത് നിർത്തുവാനിടയായി. ഓക്കെ, ദൈവം സഹായിച്ചാൽ പ്രിയമുള്ളവരെ, അടുത്ത തിങ്കളാഴ്ച മൂന്നാം സ്വർഗത്തിന്റെ വിശാലമായ നിലയിലുള്ള പഠനത്തിലേക്ക് നമുക്ക് മാറും. ഇന്ന് ആളുകൾ വളരെ കുറവാണ്. കാരണം ഞാൻ പറഞ്ഞുവല്ലോ, കുറച്ചു പേര് നമ്മുടെ കൂടെ ഇന്ന് ഇല്ല. അവര് നമ്മളെ വിളിച്ചു പറയാനിടയായി. 5-6 ഫാമിലിയോളം ഇന്ന് പകൽ നമ്മളുടെ കൂടെ വരത്തില്ല എന്ന് പറയാനിടയായി. അതുകൊണ്ട് അവർ കൂടെ കേൾക്കത്തക്ക നിലയിൽ നമ്മൾ ശക്തമായിട്ട് ദൈവം സഹായിച്ച തിങ്കളാഴ്ച നമുക്ക് ചിന്തിക്കാം. ഇന്ന് ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ അല്പനിമിഷം ചിന്തിക്കാൻ തുടങ്ങും. സമയം തീരാറാകുന്നുണ്ടല്ലോ, ഒരു 15 മിനിറ്റുണ്ട്. അല്പനിമിഷം പഴയ നിയമ വിശുദ്ധന്മാരുടെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കടന്നു വന്നാൽ വളരെ നന്നായിരിക്കും. അത് നമുക്ക് കുറച്ചുകൂടെ വിശ്വാസം വർദ്ധിക്കാനിടയായി. അതുകൊണ്ടാണ് ഞാൻ ഹാബേൽ മുതൽ നമ്മൾ സംസാരിച്ചു വരുന്നത്. ഹാബേൽ, ഹനോക്ക്, പിന്നീട് എന്തോ പറയുന്നത്? വിശ്വാസത്താൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ കുറിച്ച് അനവധി കാര്യങ്ങൾ പറയുന്നു. നോഹയെ കുറിച്ച് പറയുന്നു. ഓക്കെ, എന്താണ് നോഹയെ കുറിച്ച് പറയുന്നത്? നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് ഒരു അരുളപ്പാടുണ്ടായി. ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിരിച്ചു. വിശ്വാസത്തുള്ള നീതിക്ക് ആരവകാശിയായി മാറി? പറഞ്ഞേ, നോഹ. ഹല്ലേലൂയ. ഇതുവരെ അവൻ കണ്ടിട്ടില്ല ഇനി ഒരു ജലപ്രളയം വരുമെന്നും ഭൂമിയിലുള്ള സകല ജനം നശിക്കുമെന്നും ഒന്നും അവൻ കാണാത്ത കാര്യമാണ്. എങ്കിലും അരുളപ്പാട് ദൈവത്തിന്റെ സന്നിധിയിൽ ലഭിച്ചു. നോഹയോട്, നീ പെട്ടകം പണിയണം. പെട്ടകത്തിന്റെ നീളവും വീതിയും വ്യാപ്തിയും എല്ലാം ദൈവം അക്കമിട്ട് പറഞ്ഞു കൊടുത്തു. ദൈവത്തിന്റെ ആലോചനയ്ക്ക് അനുസരിച്ച് നോഹ പെട്ടകം പണിതു. അത് ദൈവത്തിന്റെ വചനം പറയും. ഇതെല്ലാം ഫെയ്ത്തിലാണ് സംഭവിച്ചത്, വിശ്വാസത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം തന്നെ തീരുമാനിച്ചു, എന്റെ ദാസനായ നോഹ കൃപയുള്ള മനുഷ്യനാണ്, നീതിമാനാണ്. അപ്പൊ മൂന്നാം സ്വർഗത്തിൽ ആരും അർഹനായി മാറി? നോഹയും അർഹനായി മാറി. ഓക്കെ, അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞാൽ, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ട് അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. നോക്കണ, വലിയ സമ്പന്നനായ മനുഷ്യനാണ് അബ്രഹാം. പക്ഷേ തന്റെ യാത്ര ശ്രദ്ധിച്ചു നോക്കുക. കർത്താവിന് വേണ്ടി അങ്ങ് അലഞ്ഞു തിരിഞ്ഞു നടക്കുക. ഒരിടത്ത് സ്ഥിരതയില്ല, യാത്ര തന്നെ യാത്ര. ഹല്ലേലൂയ. കൂടാരം മാറ്റി മാറ്റി അടിച്ച് മുന്നോട്ട് പോകുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? ദൈവത്തിന്റെ ആലോചന കേട്ട് യാത്ര ചെയ്യുകയാണ്, വിശ്വാസത്തോടെ യാത്ര ചെയ്യുകയാണ്. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യാണ്. എവിടെയാണ് ആ ദേശം ഒന്നും ദൈവം വ്യക്തമായ ഒരു ചിത്രം കൊടുത്തിട്ടില്ല. പക്ഷെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എന്റെ ദാസനായ അബ്രഹാം നീതിമാനാണ്. അവൻ സകല ജനത്തിന്റെയും വിശ്വാസത്തിന്റെ പിതാവായി മാറിയിരിക്കുന്നു. അവന് മൂന്നാം സ്വർഗത്തിലേക്കുള്ള ദർശനത്തിന് അനുഗ്രഹം പ്രാപിച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ തിരുവനന്തപുരത്ത് പഠിച്ചാൽ ഇസാക്കിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച്, ഇവരെല്ലാം ഭയങ്കര സമ്പന്നന്മാരാണെങ്കിലും ഇവർ എന്ത് ചെയ്യാണ്? ദൈവത്തിന്റെ വിളിക്കനുസരിച്ച് വളരെയധികം കഷ്ടപ്പെടുവാനിടയായി. ദൈവത്തിന്റെ വിളിക്കനുസരിച്ച് ഇവർ യാത്ര ചെയ്യുവാനിടയായി. സകലവിധ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും ഇവർ അഭിമുഖീകരിക്കാനിടയായി. ഓക്കെ, വിശ്വാസത്താൽ സാറ
വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി ലഭിച്ചു. വിശ്വാസത്താൽ. നോക്കണേ, തനിക്ക് തലമുറ ഉണ്ടാകിയില്ലെന്ന് വിധി എഴുതിയെടുത്ത സ്ഥാനത്ത് അവൻ ദൈവത്തെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. വാഗ്ദത്തം ചെയ്തവനെ വിശ്വസിച്ചു. അപ്പോൾ ഈ പറയപ്പെടുന്ന അവൻ അഭിഷിക്തന്മാരെല്ലാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ്. അവൻ തന്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ആദ്യ പ്രതിഫലമാണെങ്കിലും അവൻ അവസാന പ്രതിഫലമാകുന്ന അവൻ മൂന്നാം സ്വർഗത്തിലേക്കുള്ള ഒരു ദർശനത്തിലേക്ക് ഇവിടെ വിരൽ ചൂണ്ടുകയാണ്. വിശുദ്ധ കരങ്ങൾ ഇവിടുത്തെ ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഹലോ, ദൈവത്തിന് മഹത്വം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസത്താൽ ഇസാക്ക്, യാക്കോബ്, യേശാവ് ഇവരൊക്കെ ജീവിതത്തിൽ സംഭവിച്ച സംഭവങ്ങൾ ഒന്ന് തിരിച്ചറിയണം. യോസഫിന്റെ ചരിത്രം അറിയാം. വിശ്വാസത്തോടെ യോസഫ് ഇറങ്ങി തിരിച്ച എന്തുമാത്രം പ്രതികൂലങ്ങളാണ് യോസഫിന്റെ ജീവിതത്തിൽ നേരിടുവാനിടയായത്. എന്നാൽ യോസഫ് ദൈവത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് തക്ക സമയത്ത് യോസഫിനെ മിസ്രൈമിലെ ഏറ്റവും ഉന്നതമായ പദവി കൊടുത്തു. അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ഒരു അനുഗ്രഹമുണ്ടെന്നും അത് വാഗ്ദത്തത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്നുള്ളത് ഒരു ദർശനമാണ് ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് മോശയെ കുറിച്ച് പഠിച്ചാലും അത് തന്നെയാണ് പറയുന്നത്. വിശ്വാസത്താൽ മോശ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാൾ അല്ലേ ദൈവജനത്തോടു കൂടി കഷ്ടം അനുഭവിക്കാൻ തെരഞ്ഞെടുത്തു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. മിസ്രൈമിലെ മകൻ എന്നറിയപ്പെടുന്ന മോശ, എല്ലാവിധ സംവിധാനത്തോടു കൂടെ വളർന്ന മോശ, വിദ്യാഭ്യാസത്തിലും അഭ്യാസത്തിലും ഒക്കെ തികഞ്ഞവനായ മോശ, ഒരു ദിവസം ദർശനം അവനെ പിടിച്ചു. സ്വർഗീയ ദർശനത്താൽ പിടിക്കപ്പെട്ട മോശ എന്താണ് ചെയ്തെന്നറിയാമോ? മിസ്രൈമിലെ സകലവിധ സംവിധാനങ്ങളും ഉപേക്ഷിച്ച്, മിസ്രൈമിലുള്ള സകല പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇസ്രായേൽ മക്കളോടൊപ്പം കഷ്ടം അനുഭവിപ്പാൻ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നു. അപ്പോൾ തിരിച്ചറിയണം, താനും കാണുന്ന ഒരു ദർശനം ഇതാണ്. ഭാവി വാഗ്ദത്തത്തെ ആണ് കാണുന്നത്. ദൈവിക വാഗ്ദത്തം കാണാൻ കൊതിക്കുന്നവന് മാത്രമേ ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും വേദനകളും പ്രയാസങ്ങളും നിസ്സാരമായി കാണാൻ കഴിയുള്ളൂ. ഹലോ, വിശുദ്ധ കരങ്ങളിൽ ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. വിശ്വാസത്താ രാഹബ്, പ്രൈസ് ദി ലോർഡ്, ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, പ്രിയപ്പെട്ടവരെ ദാവീദ് തുടങ്ങിയ ശമൂവേൽ തുടങ്ങിയ പ്രവാചകന്മാരെയൊക്കെ അറിയാമല്ലോ. അവരൊക്കെ വിശ്വാസത്തോട് അവർ നേരിട്ട കഷ്ടപ്പാടുകൾ, വേദനകൾ, വെല്ലുവിളികൾ, ഇത് എല്ലാം അവർ ഭാവിയിലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തെയും പ്രതിഫലത്തെയും കണ്ടുകൊണ്ടാണ്. ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. തീയുടെ ബലം കെടുത്തിയ അനുഭവം, വാളിന്റെ വായ്ക്ക് തെറ്റിയ അനുഭവം, ബലഹീനതയിൽ ശക്തി പ്രാപിച്ച അനുഭവം, യുദ്ധത്തിൽ വീരന്മാരായി തീർന്ന അനുഭവം, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ച് അനുഭവം, സ്ത്രീകളുടെ ഗണത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ചവർ അനുഭവം. നോക്കണേ, ഒരുപാട് ദൈവിക അത്ഭുതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും സാക്ഷ്യം വഹിച്ച ഒരു ഹിസ്റ്ററിയാണ് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ ഹിസ്റ്ററി. വിശുദ്ധ കരങ്ങളിൽ ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഇവരൊക്കെ ജീവിതത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന വേദനകൾ വളരെ വലുതാണ്. വേറെ ചിലരൊക്കെ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ്, എന്തിങ്ങനെ അനവധി പരീക്ഷകളാണ് പഴയ നിയമ വിശുദ്ധന്മാർ അഭിമുഖിപ്പാനിടയായി. കല്ലേറ് കൊണ്ട് ഒരുപാട് പേര് മരിപ്പാനിടയായി. ഈർച്ചവാളാൽ ഒരുപാട് പേര് അറുക്കപ്പെടുവാനിടയായി. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും വേദനയും ദാഹവും പരിവട്ടവും എല്ലാം സഹിച്ച വിശുദ്ധന്മാരുടെ ഒരു ഗണമാണ് പഴയ നിയമത്തിലുള്ളത്. ഇവർ സമ്പന്നന്മാരായിട്ടും അവരുടെ സമ്പത്തിൽ ആശ്രയിക്കാതെ ദൈവ വിളിക്ക് ഇറങ്ങിത്തിരിപ്പാനിടയായി. ദൈവ ശബ്ദത്തിന് വേണ്ടി വില കൊടുത്ത് ഇറങ്ങിത്തിരിപ്പാനിടയായി. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു എന്നാണ് പറയുന്നത്. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ട് വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവർക്ക് വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കണ്ടേ? ഇവർക്ക് മൂന്നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കണ്ടേ? അതിന് 40-ാം വചനം 11-ാം അധ്യായത്തിൽ 40-ാം വചനം എന്താണ് പറയുന്നത്? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയിരിക്കുന്നു.
നോക്കണേ, എത്ര പേർക്ക് കാര്യങ്ങളെ മനസ്സിലായി? നമ്മുടെ പഴയ നിയമ വിശുദ്ധന്മാർ, അവരുടെ ആത്മാക്കൾ ഇതുവരെയും മൂന്നാം സ്വർഗത്തിൽ എത്തപ്പെടാതെ ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അവർ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ ഇവിടെ അവർക്ക് ലഭിക്കാതിരുന്ന വാഗ്ദത്ത നിവർത്തി, ലഭിക്കാതിരുന്ന വാഗ്ദത്ത നിവർത്തി യേശു ക്രിസ്തു മുഖാന്തരം അവർക്ക് ലഭിക്കാനിടയായി. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട ശേഷം തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ ആത്മാവ് അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഒരുപാട് സത്യങ്ങൾ പറയുവാൻ, സുവിശേഷം പറയുവാൻ അധോഭാഗങ്ങളിൽ വിശ്രാമത്തിലായിരിക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാരുടെ ഒരു വലിയ രാജ്യത്തിലേക്ക് ആര് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രവേശിക്കുന്നു. ഓക്കെ, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ അധോഭാഗങ്ങളിൽ ഇരിക്കുന്ന വിശുദ്ധന്മാരുടെ ഒരു വലിയ സൈന്യവുമായിട്ട് വേദപുസ്തകം പറയുന്നു, അവർ സ്വർഗോന്നതങ്ങളിലേക്ക് കടന്നു പോകുവാനിടയായി. എവിടേക്കാ? അങ്ങ് ബഹിരാകാശവും താണ്ടി മൂന്നാം സ്വർഗത്തിലേക്ക്. എങ്ങനെ? സ്വർഗീയ ശരീരമേറ്റ് യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാൽ അവർ മൂന്നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ. വിശുദ്ധ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഷിയോൾ എന്നറിയപ്പെടുന്ന വിശ്രാമ സ്ഥലം ശൂന്യമായിരിക്കുന്നു. ഇവിടെയുള്ള വിശുദ്ധന്മാരെയും ചേർത്ത് സ്വർഗോന്നതങ്ങളിലേക്ക് ആര് പോയി? പഴയ നിയമ വിശുദ്ധന്മാർ യേശുവിനോടൊപ്പം പോയി എന്ന ഒരു സത്യമാണ് ഇവിടെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് കൂടാതെ മറ്റു പല സംഭവങ്ങൾ ഇവിടെ നടക്കാനിടയായി. 1 പത്രോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 18 മുതലുള്ള വചനങ്ങൾ വായിക്കുന്നവർക്കറിയാം, ക്രിസ്തു തടവിലായ ആത്മാക്കളോട് പോയി പ്രസംഗിച്ചു. അനുസരണം കെട്ട ആത്മാക്കൾക്ക് എന്നൊരു പദം കാണുമ്പോൾ അത് വാസ്തവത്തിൽ മനുഷ്യാത്മാക്കളല്ല, വിജയപ്രഖ്യാപനത്തിന് വേണ്ടി പോയിരിക്കുക. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 6-ാം വചനം പറയുന്നത് ഇങ്ങനെയാണ്: മരിച്ചവരോട് സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ മരിച്ചവരുടെ മണ്ഡലത്തിലേക്ക് ആര് പോയി? യേശു ക്രിസ്തു കടന്നു പോയിരിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. തിരുവനന്തപുരത്ത് പഠിക്കുന്നത് ഇങ്ങനെയാണ്. 2 തലങ്ങൾ ഇവിടെ വെളിപ്പെടുന്നു. ഒന്ന് ഹല്ലേലൂയ, ഷിയോൾ. 2 ഹദീസ്. ഈ ഷിയോൾ എന്ന് പറയുന്ന പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ വിശ്രാമത്തിനായി കടന്നുപോയിരിക്കുമ്പോൾ, ഹദീസ് എന്ന് പറയുന്ന മറ്റൊരു തലമുണ്ട്. അവിടെ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ കടന്നുപോയിരിക്കുകയാണ്. മരിച്ച് മൺമറഞ്ഞ ദുഷ്ടന്മാരുണ്ടല്ലോ, അവരുടെ ആത്മാക്കൾ എവിടേക്ക് പോയി? ഈ ഹദീസ് എന്ന മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. അതോ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തിലേക്ക് അവർ കടന്നുപോയി. അവിടെയാണ് നമ്മൾ പഠിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ധനവാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കിടക്കുന്നത്. ഇന്ന് വരെയായിട്ട് അവർ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവരുടെ ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. അവർ അന്തിമ ന്യായവിധിക്ക് വേണ്ടി ഇന്നും അവര് ഈ സ്ഥലത്ത് കിടക്കുകയാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂദായുടെ പുസ്തകം 2 പത്രോസ് 2:4 വീണുപോയ ദൂതന്മാർ ഈ ഇരുണ്ട തടവറയിൽ അഥവാ ടാർട്ടറസ് എന്നറിയപ്പെടുന്ന മറ്റൊരു സ്ഥലത്തേക്ക് അവരും കടന്നുപോയി എന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഇതൊക്കെ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഷിയോൾ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലം പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പോയെങ്കിൽ, ഹദീസ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തേക്ക് ദുഷ്ടന്മാരുടെ ആത്മാക്കൾ പോയെങ്കിൽ, അതുകൂടാതെ ടാർട്ടറസ് എന്നറിയപ്പെടുന്ന മറ്റൊരു സ്ഥലത്തേക്ക് വീണുപോയ ദൂതന്മാരുടെ ആത്മാക്കൾ എന്ത് ചെയ്തു? കടന്നുപോയിരിക്കുന്നു എന്നൊരു സത്യം ഇവിടെ വേദപുസ്തകം ഈ യൂദ 6-ലും 2 പത്രോസിന്റെ ലേഖനം ഹല്ലേലൂയ 2:4 വ്യക്തമാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു സത്യം ഇതാണ്. ഹേഡീസിലുള്ള ആളുകൾ, അതായത് ദുഷ്ടന്മാരുടെ ആത്മാക്കൾ, ഇതുവരെയായിട്ടും അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ല. അവർ അന്തിമ ന്യായവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട ശേഷം 7 വർഷക്കാലത്ത് ഭൂമിയിലെ ഭരണമുണ്ട്. ആ ഭൂമിയിൽ അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന്റെ നടുവിൽ വീണ്ടും 1000 വർഷം, സഹസ്രാബ്ദ വർഷം, മില്ലേനിയം എന്നറിയപ്പെടുന്ന
അതിശ്രേഷ്ഠമായ മറ്റൊരു സ്വർഗത്തെ കുറിച്ച് വ്യക്തമാക്കുന്നു. അതിനുശേഷമൊക്കെ ഒരു ഫൈനൽ ന്യായവിധിയുണ്ട്. വെള്ളസിംഹാസനത്തിൽ ക്രിസ്തുവിന്റെ ന്യായസിംഹാസനം തുറക്കപ്പെടുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അന്നത്തേക്ക് ഈ പറയപ്പെടുന്ന ദുഷ്ടാത്മാക്കളൊക്കെ അന്ത്യ ന്യായവിധിയിലേക്ക് കടന്നു വരും എന്നുള്ളത് സത്യമാണ്. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഷിയോളിലേക്ക് പഴയ നിയമവിശുദ്ധന്മാർ പോയി, അവരുടെ ആത്മാക്കൾ കടന്നുപോയി. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടെ ഷിയോൾ ശൂന്യമായി. ഓക്കെ, അവിടെയുള്ള വിശുദ്ധന്മാരുടെ ആത്മാക്കളുമായിട്ട് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടെ എവിടേക്ക് പോയി? മൂന്നാം സ്വർഗത്തിലേക്ക് കടന്നുപോയി. ഇതൊന്നും ഞാൻ പറയുന്ന കാര്യമല്ല, വിശുദ്ധ ബൈബിൾ പറയുന്ന കാര്യമാണ്. ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്താൻ എനിക്ക് കഴിയത്തില്ല. വ്യക്തമായിട്ട് അവിടെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഓക്കെ, ഹെഡീസ് എന്ന് പറയുന്ന ധനവാൻ ഉൾപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾ, ഭൂമിയിലെ ദുഷ്ടന്മാർ, അവിശ്വാസികൾ, ദുർനടപ്പുകാർ, വിവാരാധികൾ, ഈ ലോകപ്രകാരം സൈത്താന്റെ സന്തതികളായി ജീവിച്ചവരെല്ലാം പഴയ നിയമത്തിലുമായി പഴയ കാലഘട്ടത്തിൽ പുതിയ കാലഘട്ടത്തിലുമായി പോകുന്ന ദുഷ്ടന്മാരെല്ലാം കടന്നു പോകുന്ന ഈ ഹെഡീസിലേക്കാണ്. അവിടെയുള്ള അവരുടെ ആത്മാക്കൾ അന്ത്യ ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ വീണുപോയ ദൂതന്മാർ, അതായത് ലൂസിഫറിനോട് കൂടെ വീണുപോയ ഒരു കൂട്ടം ദൂതന്മാരുണ്ട്. അതിൽ കുറച്ചുപേര് രണ്ടാം സ്വർഗത്തിൽ നിലകൊള്ളുകയാണ്. ബാക്കി കുറച്ചുപേർ എവിടെയാണ്? ഈ ടാർട്ടറസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കും നീങ്ങിയിരിക്കുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കുക. ഓക്കെ, നമ്മുടെ സമയം തീരാറായി. അതുകൊണ്ട് ഇത്ര ഭാഗം മനസ്സിലാക്കും. ഇനി ക്രിസ്തുവിന് ശേഷം, യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള വിശുദ്ധന്മാരുടെ ആത്മാക്കൾ എവിടെയാണ്? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ? അവർ ഏത് സ്ഥലത്താണ് പോകുന്നത്? അവര് എങ്ങനെയാണ് അവരുടെ ജീവിതം? അവർ ഈ മൂന്നാം സ്വർഗത്തിൽ എടുക്കപ്പെട്ടുവോ, മൂന്നാം സ്വർഗത്തിൽ എത്തിയോ എന്നുള്ള ചിന്ത നമുക്ക് ദൈവം സഹായിച്ചാൽ അടുത്ത പ്രാവശ്യം ചിന്തിക്കാം.